ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ചുറ്റളവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് സമചതുരം ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഡയറക്റ്റ് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ചതുരം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ചുറ്റളവ് 40 സെന്റിമീറ്റർ. ഇതിനെ കുറിച്ച് നമുക്ക് അറിയുന്ന ഒരു കാര്യം, ചുറ്റളവ് 40 സെന്റിമീറ്റർ ആണ്. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ്. ഈ വശം എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതാണല്ലോ നീളം കൂടിയ വശം. ഓക്കെ, അപ്പോ ഒരു വശം എക്സ് ആണെങ്കിൽ അടുത്ത വശം എത്രയാണ്? x+8 ആണ്. മറ്റേ വശത്തേക്കാൾ 8 കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് വശം തുല്യമാണല്ലോ. ആണ്, ഈ വശം തുല്യമാണ്. x+8. ചുറ്റളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത്രയേ ഉള്ളൂ. ദാ ഇത്രയും ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് എന്ത്? ചുറ്റളവ്. നമുക്ക് എഴുതി കൂട്ടി നോക്കാം. എങ്ങനെ വരും? x+8 നല്ല രസമുണ്ടല്ലോ എങ്ങനെ എഴുതിക്കൊണ്ട് പോവാൻ. ഓക്കെ, അപ്പൊ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 40 സെന്റിമീറ്റർ വരും. ഓക്കെ, കൂട്ടിക്കോ. എത്ര എക്സ് ഉണ്ട്? 1, 2, 3, 4. 4 എക്സ് ഉണ്ട്. പ്ലസ് കിട്ടും 16 സമം 40. ഇത്ര വരെ എത്തിയപ്പോഴേ പലരും ഇപ്പൊ ആൻസർ എടുത്തിട്ടുണ്ടാവും. 4x ഈസ് ഈക്വൽ ടു 40 മൈനസ് 16. എത്ര വരും ഇവിടെ? 40 മൈനസ് 16 എത്ര വരും? 24. 40 മൈനസ് 16 24. അപ്പൊ 4x സമം 24 എന്ന് കിട്ടി. അപ്പൊ x എങ്ങനെയായിരിക്കും? 24/4. എത്ര വരും? 6. 6 4 24. അപ്പൊ x നമുക്ക് എത്ര കിട്ടി? 6. x 6 ആണെങ്കിൽ, ഒരു വശം 6 ആണെങ്കിൽ അടുത്ത വശം എത്രയാണ്? ഒരു വശം എത്രയാ? ഒരു വശം x സമം 6. അടുത്ത വശം എങ്ങനെയാ? x+8. ഒരു വശത്തേക്കാൾ 8 കൂടുതലാണെന്നാ പറഞ്ഞത് അല്ലേ? അതായത് x+8 that is equal to 6+8 14. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ നിങ്ങൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോന്ന്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം. എന്ത് വരുന്നുണ്ട്? 40 വരുന്നുണ്ടോ? നോക്കിയേ, ഈ വശം എത്രയാ? x+8 എന്ന് പറയുമ്പോൾ 14. ഇത് x+8 ഒരു വശം 14 സെന്റിമീറ്റർ. ഇത് 14 സെന്റിമീറ്റർ. ഇത് 14 സെന്റിമീറ്റർ. ഇത് എത്രയാ? 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ. 6 6 12. 12 പ്ലസ് 14 14 28. ഉണ്ടോ? കറക്റ്റ് 40 സെന്റിമീറ്റർ ചുറ്റളവ് വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആൻസർ എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോബ്ലം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായല്ലോ അല്ലേ? പ്രോബ്ലം നന്നായിട്ട് ക്ലിയർ ആയല്ലോ അല്ലേ? ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു സമവാക്യ ജോഡികളുടെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യാം? സമവാക്യം ആക്കാൻ നോക്കുക. നമുക്ക് അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് എന്ത് ചെയ്ത് നോക്കുക. ഒന്ന് ഒരു റഫ്, ഇപ്പൊ ചതുരത്തിന്റെ കാര്യമാണെങ്കിൽ ചതുരത്തിന്റെ കാര്യം ഒന്ന് വരച്ചിട്ടൊക്കെ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിനെക്കുറിച്ചൊരു ക്ലിയർ പിക്ചർ കിട്ടും. നമ്മൾ അങ്ങനെ വരച്ച് ഡയഗ്രം ഒക്കെ വരച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത് നോക്കുക? എപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചോന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യണം. ഡൗട്ട് ഉള്ള പോർഷൻസ് വീണ്ടും എന്ത് ചെയ്ത് നോക്കണം? നിങ്ങൾ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഇനി ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട്, ഇന്ന് വൈകിട്ടൊന്ന് നോക്കിയിട്ട് അല്ലെ നാളെ രാവിലെ ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം? തന്നെ ചെയ്ത് നോക്കണം. മിസ് പഠിപ്പിച്ച പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് നോക്കണം? വീണ്ടും വീഡിയോ എടുത്ത് നോക്കണം. എന്തെങ്കിലും എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത്. അങ്ങനെ ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ എന്താ? നിങ്ങളുടെ മനസ്സിൽ നിന്ന് പിന്നെ ഈ ഒരു സൊല്യൂഷൻ പോവില്ല. എക്സാമിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എക്സാം ടിപ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.